ദേവസ്വം മന്ത്രി വി എൻ വാസവൻ ശബരിമലയിലെത്തി. മണ്ഡലകാല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് നാളെ സന്നിധാനത്ത് ചേരുന്ന അവലോകന യോഗത്തിൽ പങ്കെടുക്കും. യോഗം ചേരാൻ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം മന്ത്രിക്ക് അനുമതി നൽകിയിരുന്നു. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി അരുൺ കൊടുങ്ങൂർ ചേരുന്നു. അരുൺ, വാസവൻ സന്നിധാനത്ത് എത്തിയിരിക്കുന്നു. പത്മകുമാറിൻ്റെ അറസ്റ്റിന് ശേഷമുള്ള വാസവൻ്റെ പ്രതികരണം അതെടുക്കാൻ സാധിച്ചോ? മാധ്യമപ്രവർത്തകർ അദ്ദേഹവുമായിട്ട് സംസാരിച്ചോ? നിലവിൽ അത്തരത്തിലുള്ള ഒരു പ്രതികരണത്തിനും അദ്ദേഹം തയ്യാറായില്ല. എന്തായാലും ഹൈക്കോടതിയുടെ ഒരു തീരുമാനം അനുസരിച്ചാണ് അത്തരമൊരു നടപടി എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും നിലവിലൊരു പ്രതികരണവും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നില്ല. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, നാളെ പമ്പയിലാണ് ഈ അവലോകന യോഗം ചേരുന്നത്. 10:30 അവലോകന യോഗം ചേരുന്നത്. എന്തായാലും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും അതിരൂക്ഷമായുള്ള വിമർശനമായിരുന്നു സർക്കാരിനും ദേവസ്വം ബോർഡിനും ഒക്കെ തന്നെ ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് ആദ്യ ദിവസങ്ങളിലുണ്ടായ സംഭവ വികാസങ്ങളുടെ പേരിൽ ഉണ്ടായത്. എന്തുകൊണ്ട് ഇതുവരെയും അവലോകന യോഗങ്ങൾ കൃത്യമായി നടത്തില്ല, എവിടെയാണ് പാളിപ്പോയ കാര്യങ്ങളൊക്കെ തന്നെ അക്കമിട്ട് നിരത്തിയായിരുന്നു ഹൈക്കോടതിയുടെ ഏറ്റവും വലിയ വിമർശനങ്ങൾ. ഈ വിമർശനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ശബരിമലയിലെത്തി അവലോകന യോഗം നടത്താൻ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ മന്ത്രി വി എൻ വാസവന് ഹൈക്കോടതി അനുമതി നൽകിയത്. എന്തായാലും ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് നാളെ അവലോകന യോഗം നടക്കുന്നത്. എന്തായാലും ഈ മുന്നൊരുക്ക പ്രവർത്തനങ്ങളിൽ എന്തുകൊണ്ട് വീഴ്ചയുണ്ടായി എന്ന ചോദ്യത്തിന് ഇതുവരെയും ഉത്തരം നൽകാൻ ദേവസ്വം ബോർഡിനും സർക്കാരിനും കഴിഞ്ഞിട്ടില്ല. വലിയ രീതിയിലുള്ള ഒരു വീഴ്ചയാണ് ഉണ്ടായത്. ഭക്തർക്ക് അനുഭവിക്കേണ്ടി വന്നത് നരകയാതനയായിരുന്നു. വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടേണ്ടി വന്നത് എന്തായാലും ഭയാനകരമാകുന്ന ഒരു സാഹചര്യമായിരുന്നു സന്നിധാനത്തും അനുബന്ധ കേന്ദ്രങ്ങളിലുമൊക്കെ തന്നെ ഉണ്ടായത്. എന്തായാലും ആ ഒരു അവസ്ഥയ്ക്ക് നിലവിൽ പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ പരിഹാരം ഒരു പരിധിവരെ ഉണ്ട് എങ്കിൽ പോലും അടിസ്ഥാന സൗകര്യ വികസനം അതൊരു പ്രതിസന്ധിയായി തന്നെ നിൽക്കുകയാണ്. എന്തായാലും നാളത്തെ യോഗത്തിലും ഈ കാര്യങ്ങൾ വിശദമായി തന്നെ ചർച്ച ചെയ്യും. കാരണം അത്ര വലിയ പഴി കേൾക്കേണ്ടി വന്നു ദേവസ്വം ബോർഡും സർക്കാരും ഒക്കെ തന്നെ ഈ വിഷയത്തിൽ. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി തന്നെ ചർച്ച ചെയ്യും. ഭക്തർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിൽ കുറ്റകരമായ ഒരു അനാസ്ഥയാണ് ദേവസ്വം ബോർഡിനും സർക്കാരിനും ഉണ്ടായത്. പ്രത്യേകിച്ച് കൃത്യസമയത്ത് വെള്ളം കൊടുക്കുക, അതോടൊപ്പം തന്നെ ഭക്ഷണം കൊടുക്കുക, ശൗചാലയങ്ങൾ ഈ വിരിവെക്കുന്നതിനുള്ള ഇടങ്ങൾ, ഈ കാര്യങ്ങളിലൊക്കെ തന്നെ ഗുരുതരമായുള്ള വീഴ്ചയുണ്ടായി. ഒരു തരത്തിലുള്ള നടപടികളും തീർത്ഥാടനകാലം ആദ്യ ഒരാഴ്ച പിന്നിടുമ്പോഴും വലിയ പരാതികൾ ഈ വിഷയത്തിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇതിനൊപ്പം തന്നെയാണ് ഈ തിരക്ക് നിയന്ത്രണം അപ്പാടെ പാളിയത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് തന്നെ സന്നിധാനത്ത് നിന്നും വന്നിരുന്ന ഗുരുതരമായ വീഴ്ചയെക്കുറിച്ച് തുറന്ന് പറയേണ്ടി വന്നിരുന്നു. എന്തായാലും അപകടകരമാകുന്ന ഒരു അവസ്ഥയിലൂടെയായിരുന്നു സന്നിധാനവും അനുബന്ധ കേന്ദ്രങ്ങളിലുമൊക്കെ തന്നെ പോയിരുന്നത്. എന്തായാലും ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ അവലോകന യോഗം മന്ത്രി വാസവന്റെ നേതൃത്വത്തിൽ നാളെ പമ്പയിൽ നടക്കുന്ന 10:30 ഈ യോഗം നടക്കുക. അനിൽ നമ്പ്യാർ.